വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം. 14-16 നൂറ്റാണ്ടുകൾ. വിജയനഗരം എന്നാൽ വിജയത്തിൻ്റെ നഗരം എന്നാണർത്ഥം. തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. കർണാടക സാമ്രാജ്യമെന്നും ഇതറിയപ്പെടുന്നു. ഹംപിയുടെ കണ്ടെത്തൽ 1800-ൽ കമ്പനിയുടെ കീഴിലെ ഉദ്യോഗസ്ഥനായ കോളിൻ മെക്കൻസിയാണ് ഹംപി എന്ന നഗരം കണ്ടെത്തുന്നത്. അദ്ദേഹം പമ്പാദേവി ക്ഷേത്രത്തിലെയും വിരൂപാക്ഷ ക്ഷേത്രത്തിലെയും പുരോഹിതന്മാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് പുരാവസ്തു ഗവേഷകർ അവിടം പഠനങ്ങൾ ആരംഭിച്ചു. തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിൽ എഴുതിയ കൃതികളിൽ നിന്നും അദ്ദേഹം വിവരം ശേഖരിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇപ്പോഴും ഹംപിയിൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രായന്മാർ, നായകന്മാർ, സുൽത്താൻമാർ. വിജയനഗര രാജാക്കന്മാരെയാണ് രായന്മാർ എന്ന് വിളിക്കുന്നത്. 1336-ൽ ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. തുടർച്ചയായി 4 രാജവംശങ്ങളാണ് ഈ സാമ്രാജ്യം ഭരിച്ചത്. സംഗമ രാജവംശം, സലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. കൃഷ്ണദേവരായർ. വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. തുളുവ വംശത്തിലെ അംഗമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ വ്യാപനവും ഏകീകരണവും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നു. റെയ്ച്ചൂർ പ്രദേശം ഇദ്ദേഹം പിടിച്ചെടുത്തു. ഒറീസയിലെ രാജാവിനെയും ബിജാപൂർ സുൽത്താനെയും പരാജയപ്പെടുത്തി. രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവന്നു. ധാരാളം കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും പണിതു. ഹസാര രാമസ്വാമി ക്ഷേത്രവും വിഠാല സ്വാമി ക്ഷേത്രവും പണിതു. നാഗലപുരം പട്ടണം പണിതു. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു. ആന്ധ്രഭോജൻ എന്നും കൃഷ്ണദേവരായർ അറിയപ്പെട്ടു. അമുക്തമല്യാദ, ഉഷാപരിണയം എന്നിവ പ്രധാന കൃതികളാണ്. 1529-ൽ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ദുർബലരും കഴിവ് കുറഞ്ഞവരുമായിരുന്നു. 1565-ൽ തളിക്കോട്ടയിൽ വെച്ച് രാമരായൻ്റെ നേതൃത്വത്തിലുള്ള വിജയനഗര സൈന്യവും കക്കൻ സുൽത്താൻമാരും ഏറ്റുമുട്ടി. രാമരായൻ പരാജയപ്പെടുന്നു. വിജയികൾക്ക് വിജയനഗരം കൊള്ളയടിക്കുകയും കാലക്രമേണ നഗരം നശിക്കുകയും ചെയ്തു. നായകന്മാർ. വിജയനഗരത്തിലെ സൈനിക മേധാവികളാണ് നായകന്മാർ. ഭരണാധികാരികൾക്ക് അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു. നായകന്മാർക്ക് നൽകിയ ഭൂമിയാണ് അമര. അമരത്തിൻ്റെ തലവൻ നായക എന്നറിയപ്പെട്ടു. അവർ കർഷകർ, കൈവേലക്കാർ, കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് നികുതി പിരിച്ചു. വരുമാനത്തിൻ്റെ ഒരു ഭാഗം സ്വകാര്യ ആവശ്യത്തിനും ഒരു ഭാഗം നിശ്ചിത എണ്ണം കുതിരകളെയും ആനകളെയും നിലനിർത്താനും ഒരു ഭാഗം ക്ഷേത്രപരിപാലനത്തിനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അവർ വിനിയോഗിച്ചു. നായകന്മാർ രാജാവിന് വാർഷിക കപ്പം നൽകിയിരുന്നു. ഇടയ്ക്കിടെ അവർ രാജാവിനെ കണ്ട് കൂറ് പ്രകടിപ്പിക്കണമായിരുന്നു. നായകന്മാരെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റിയിരുന്നു. എങ്കിലും അവർ കാലക്രമേണ ശക്തരാവുകയും രാജാവിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇത് വിജയനഗരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമായി കണക്കാക്കുന്നു. വിജയനഗരം തലസ്ഥാനവും അതിൻ്റെ പരിസരവും. അനേകം മലനിരകൾക്കിടയിൽ കിടക്കുന്ന ഒരു വൻ നഗരം. കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, മനോഹരമായ വീടുകൾ, ഉദ്യാനങ്ങൾ, തടാകങ്ങൾ എന്നിവ നഗരത്തിലുണ്ടായിരുന്നു. വിജയനഗരം സന്ദർശിച്ച വിദേശികളെല്ലാം നഗരവർണ്ണന നടത്തിയവരാണ്. നിക്കോളോ കോണ്ടിയുടെ അഭിപ്രായത്തിൽ നഗരത്തിന് 6 നാഴിക ചുറ്റളവുണ്ട്. കോട്ടപർവ്വതങ്ങൾ വരെ ഉയർത്തപ്പെടുന്നു. ഇതുവരെ കണ്ടതിലും കേട്ടതിലും വെച്ച് ഏറ്റവും ഉജ്ജ്വലം എന്നാണ് അബ്ദുർ റസാഖ് എഴുതിയത്. കൊട്ടാരത്തിലെ പാത്രങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് ഉണ്ടാക്കിയതെന്നാണ് നുനിസ് അഭിപ്രായപ്പെട്ടത്. ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാത്തത്രയും വലിപ്പമുള്ളതുകൊണ്ട് ഒരു കുന്നിന് മുകളിൽ നിന്നാണ് നഗരത്തിൻ്റെ മിക്ക ഭാഗവും കാണാൻ കഴിയുന്നതെന്നാണ് പയസ് അഭിപ്രായപ്പെട്ടത്. ജലസമ്പത്ത്. വിജയനഗരം ഒരു വരണ്ട മേഖല ആയതുകൊണ്ട് ജലസമ്പത്ത് സംരക്ഷിക്കാനും സംഭരിച്ചു വയ്ക്കാനും വിതരണം ചെയ്യാനും പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. ചുറ്റിലുമുള്ള കുന്നിന് മുകളിൽ നിന്ന് അരുവികൾ തുംഗഭദ്ര നദിയിലേക്ക് ഒഴുകിയിരുന്നു. ഇവയ്ക്ക് കുറുകെ ഭരണാധികാരികൾ അണക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു. കമലാപുരം കുളം, ഹിരിയ കനാൽ എന്നിവ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നു. കോട്ടകൊത്തളങ്ങളും റോഡുകളും. വിജയനഗരത്തിലെ കോട്ടകൾ നഗരത്തെ മുഴുവനും വലയം ചെയ്തിരുന്നു. അബ്ദുർ റസാഖാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചത്. 7 നിരകളുള്ള കോട്ടകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കോട്ട നിർമ്മാണത്തിന് കുമ്മായം, സിമന്റ് ഉപയോഗിച്ചിരുന്നില്ല. വലിയ കല്ലുകൾ കൊണ്ട് 2 ഭാഗവും കെട്ടി ഉൾഭാഗത്ത് മണ്ണും ചരലും നിർമ്മിച്ചാണ് കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. കോട്ടകൾ കാർഷിക മേഖലകളെ മുഴുവനും സംരക്ഷിച്ചിരുന്നു. മധ്യകാലത്ത് കോട്ടകൾ വളഞ്ഞ പ്രതിയോഗികളെ കീഴടക്കുക എന്ന യുദ്ധതന്ത്രം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത്തരം ഉപരോധമുണ്ടായാൽ പോലും നാടിനെ രക്ഷിക്കാൻ കോട്ടയിലൂടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു.
കോട്ടകൾക്ക് കാവലോടുകൂടിയ പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിച്ചിരുന്നു. ഇവ രണ്ടും തുർക്കി സുൽത്താൻമാർ അവതരിപ്പിച്ചതാണ്. വിജയ ധാരാളം റോഡുകൾ നിർമ്മിച്ചിരുന്നു. റോഡുകൾ കല്ല് വിരിച്ചവയായിരുന്നു. ഏകദേശം 30ഓളം കൊട്ടാരങ്ങളാണ് രാജകീയ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. കൊട്ടാരങ്ങൾക്ക് താരതമ്യേന വലിപ്പം കൂടുതലായിരുന്നു. രാജകീയ കേന്ദ്രത്തിലെ പ്രധാന കെട്ടിടങ്ങളാണ് രാജാവിൻ്റെ കൊട്ടാരം, മഹാനവമി ദിബ്ബ, ശ്രോതാക്കളുടെ ഹാൾ, ലോട്ടസ് മഹൽ, ഹസാര രാമക്ഷേത്രം എന്നിവ. മഹാനവമി ദിബ്ബ. ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് മഹാനവമി ദിബ്ബ സ്ഥിതി ചെയ്യുന്നത്. മഹാനവമി, ദുർഗ പൂജ, നവരാത്രി, ദസറ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതാണിത്. മഹാനവമി ആഘോഷിക്കുമ്പോൾ ധാരാളം ചടങ്ങുകൾ നടന്നിരുന്നു. വിഗ്രഹാരാധന, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി, നൃത്യങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ, ചമയിച്ച കുതിരകളുടെയും ആനകളുടെയും രഥങ്ങളുടെയും ഭടന്മാരുടെയും ഘോഷയാത്ര തുടങ്ങിയവ നടന്നിരുന്നു. നായകന്മാരും സാമന്ത രാജാക്കന്മാരും രാജാക്കന്മാർക്ക് സമ്മാനങ്ങൾ നൽകുകയും ഇതിൻ്റെ ഭാഗമായിരുന്നു. ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ചടങ്ങ് നടത്തിയിരുന്നു. അവിടെ വെച്ച് രാജാക്കന്മാർ തൻ്റെ സൈന്യത്തെയും നായകന്മാരുടെ സൈന്യത്തെയും പരിശോധിക്കുന്നു. വിശുദ്ധ കേന്ദ്രം. ഇവിടെയാണ് പ്രധാന ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്തിരുന്നത്. ക്ഷേത്രങ്ങൾ വെറുമൊരു ആരാധന കേന്ദ്രം മാത്രമായിരുന്നില്ല. ധാരാളം സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മതപ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നു. ക്ഷേത്രങ്ങളുടെ പ്രധാന പ്രത്യേകതകളാണ് ഗോപുരങ്ങളും മണ്ഡപങ്ങളും. ക്ഷേത്ര കവാടങ്ങളാണ് ഗോപുരങ്ങൾ. ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്ര കവാടങ്ങൾ ദൂരദിക്കിൽ നിന്ന് പോലും കാണാമായിരുന്നു. രാജാക്കന്മാർ നിർമ്മിച്ചതുകൊണ്ട് ഇവ രായഗോപുരങ്ങളെന്നും അറിയപ്പെടുന്നു. മനോഹരമായ കൊത്തുപണികളുള്ള ധാരാളം തൂണുകളോടുകൂടിയ മണ്ഡപങ്ങൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ധാരാളം ഹാളുകൾ നിർമ്മിച്ചിരുന്നു. സംഗീത, നാടക, നൃത്ത പരിപാടികൾ ഇവിടെ നടക്കാറുണ്ടായിരുന്നു. ഒരു പ്രധാന ക്ഷേത്രമാണ് വിട്ടാല ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ രൂപമായ വിട്ടലയാണ്. രഥത്തിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത മറ്റൊരു ക്ഷേത്രവും ഇവിടെ കാണാം. അങ്ങാടികൾ, സവിശേഷതകൾ. വിദേശ സഞ്ചാരികൾ എല്ലാ സാധനങ്ങളും ലഭ്യമായ നഗരം എന്നാണ് വിജയനഗരത്തെ വിശേഷിപ്പിച്ചത്. അരി, ഗോതമ്പ്, ധാന്യങ്ങൾ, ചോളം, ബാർലി, അമര, പയറുവർഗ്ഗങ്ങൾ, മുതിര തുടങ്ങിയവ ലഭിച്ചിരുന്നു. സാധനങ്ങൾക്ക് കുറഞ്ഞ വില കൊടുത്താൽ മതിയായിരുന്നു. വിപണികളിൽ പഴങ്ങൾ, മുന്തിരി, ഓറഞ്ച്, ചെറുനാരങ്ങ, മാതളം, ചക്ക, മാങ്ങ എന്നിവയും ആട്ടിറച്ചി, പോർക്ക്, മാനിറച്ചി, കാട്ടുപക്ഷി, മുയൽ, പ്രാവ്, കാടപ്പക്ഷി, കുരുവി, എലി, പൂച്ച, ഗൗളി എന്നിവയെല്ലാം വിൽക്കപ്പെട്ടിരുന്നു എന്ന് നുനിസ് അഭിപ്രായപ്പെടുന്നു. മനോഹരമായ തെരുവ് വീഥികളിലാണ് അങ്ങാടികൾ പ്രവർത്തിച്ചിരുന്നതെന്ന് പയസ് രേഖപ്പെടുത്തി. ആഭരണങ്ങൾ, രത്നങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, വസ്ത്രങ്ങൾ, കുതിരകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം മാർക്കറ്റിൽ ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. സായാഹ്ന ചന്തകളും ഇവിടെ ഉണ്ടായിരുന്നു.